വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ചേലക്കര PWD റെസ്റ്റ് ഹൌസിൽ നടന്ന പരിപാടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം EN ഹർഷകുമാർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയാണ് ഈ സംഘടന ഇവിടെ ആരംഭിക്കുന്നത്, കേരളത്തിൽ ആരംഭിക്കുന്നത്. 84-ൽ ആരംഭിച്ചപ്പോൾ ഇവിടെ കുറച്ച് പോക്കറ്റ് സംഘടനകൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ വ്യക്തിപരമായ കുറെ ആളുകൾ പെൻഷൻ സംഘടനകളെ കൊണ്ട് നടന്നിരുന്നു. ഇടതുപക്ഷത്തിലേക്ക് ഈ സംഘടനയെ നയിക്കണമെന്ന് അദമ്യമായി ആഗ്രഹിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ ആളുകൾ, ജനാധിപത്യ വിശ്വാസികളായ ആളുകൾ ഈ പെൻഷൻ സംഘടനയെ മുന്നോട്ട് നയിക്കുന്നത് കണ്ടപ്പോൾ ഇത് കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഒരു സംഘടനയായി മാറുമോ എന്ന ഭയാശങ്കകൾ ഉരുത്തിരിഞ്ഞപ്പോൾ അവരുടെയൊക്കെ ഉള്ളിൽ ആ കമ്മ്യൂണിസ്റ്റ് ഒരു കാപട്യത്തിന്റെ ആ മുറവിളികൾ ഉയർന്നപ്പോൾ ഈ സംഘടനയിലേക്ക് ചിത്രം നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ഒരാൾ നുഴഞ്ഞു കയറി. 1984 കഴിഞ്ഞ് 90 ആകുമ്പോഴേക്കും ചിത്രം നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന DPI പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി വിരമിച്ചയാള്, ഇടതുപക്ഷ മനസ്സുള്ളയാള്, അതായത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അദ്ദേഹം പ്രവർത്തകനായിരുന്ന അദ്ദേഹം നമ്മോട് വന്ന് നമ്മുടെ അയ്യർ സാറോട് ചോദിച്ചു, സാറേ നമുക്ക് ഈ പല സംഘടനകൾ പോരല്ലോ, നമുക്ക് ഒന്നിച്ചു പോകണ്ടേ? ഒരു വിലപേശൽ പോരാട്ടത്തിന് നമ്മൾ ഉതകുന്ന രീതിയിൽ നമ്മുടെ അടിത്തറ വിപുലമാക്കണമെങ്കിൽ നമുക്കൊരു ഒന്നിച്ചൊരു പോരാട്ടം വേണം, ഒന്നിച്ചൊരു വേദി വേണ്ടേ? നമ്മുടെ പാവം ഗാന്ധിയനായ അയ്യർ സാർ പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നമ്മുടെ ചിത്രം നമ്പൂതിരിപ്പാടക്കമുള്ള കുറെ ആളുകൾ, ഇടതുപക്ഷ മനസ്സുള്ള കുറെ ആളുകൾ ഈ സംഘടനയിലേക്ക് വന്നു. 1991-ൽ തൃശ്ശൂർ വെച്ച് തന്നെ സംസ്ഥാന സമ്മേളനം ആരംഭിക്കുന്നു. ഈ തൃശ്ശൂരിന്റെ മണ്ണ് എന്ന് പറയുന്നത് സംഘടനാപരമായി വളരെയധികം വളക്കൂറുള്ള മണ്ണാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് കുമാർ അധ്യക്ഷനായി. അതിന്റെ സംഘടനാ സംവിധാനങ്ങളെ സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കും ആയുധമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പോകുന്നതായ ആളുകൾക്കും വേണ്ടി ഒരു ശില്പശാല ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ സംഘടിപ്പിച്ചത്. ഈ മാസം 30-നകം സംസ്ഥാന തലത്തിൽ മുഴുവൻ ഇത്തരം ക്ലാസുകൾ സംഘടിപ്പിച്ച് തീർക്കണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി ഇന്ന് നമ്മൾ ചേർന്ന 29-നാണ് ഇവിടെ നടന്നത്. ഈ സംഘടനയെ പറ്റി വളരെ ബോധ്യം നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഒരു പ്രത്യേക എന്നുള്ളതല്ല, ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇതിനകത്തുള്ളത്. സംസ്ഥാന സമിതി അംഗം TA രാധാകൃഷ്ണൻ, ജില്ലാ വനിതാ ഫോറം പ്രസിഡന്റ് മേഴ്സി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ T കാർത്തികേയൻ, കുരുവിള, PV മത്തായി, സുനിൽകുമാർ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു. തുടർന്ന് സംഘടനയിലെ മുതിർന്ന അംഗത്തെയും പുതിയ അംഗങ്ങളെയും ആദരിച്ചു. അതുപോലെ തന്നെ അടുത്തത് രമാദേവി, അടുത്തത് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അടുത്തത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KG ഉണ്ണികൃഷ്ണൻ ക്യാമ്പിന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും വിശദീകരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് നദീറ സംഘടനാ പ്രവർത്തനത്തിൽ വനിതകളുടെ പങ്കിനെപ്പറ്റി സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് MC പോളച്ചൻ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ പ്രവർത്തനവും ഏകോപനവും വിശദീകരിച്ചു. ജില്ലാ സെക്രട്ടറി VC ജോൺസൺ മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെപ്പറ്റിയും സംസാരിച്ചു. ജില്ലാ ട്രഷറർ ഗിരീന്ദ്ര ബാബു കമ്മിറ്റികളുടെ സാമ്പത്തിക നടപടിക്രമങ്ങൾ അവതരിപ്പിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറി K നാരായണൻ, നിയോജക മണ്ഡലം ട്രഷറർ K രാമദാസ്, ഡെയ്സി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പൊതുചർച്ച, ഉച്ചഭക്ഷണം, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായി.
റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.